പാലക്കാട് നഗരത്തിൽ പലയിടത്തും വാട്ടർ അതോറിറ്റി സ്ഥാപിച്ച പൈപ്പ് ലൈനുകൾ പൊട്ടി വെള്ളം പോകുന്ന ഒരു സ്ഥിരം സംഭവമുണ്ട്. ഈ വിഷയത്തിൽ ഇതിൽ വാട്ടർ അതോറിറ്റി ഏകദേശം 100 കോടിയുടെ അഴിമതി ഉണ്ടായി ഈ വിഷയത്തിൽ ഉണ്ടായെന്നുള്ളതാണ് പാലക്കാട് നഗരസഭയുടെ ആരോപണം. ഇത് സംബന്ധിച്ച് വിജിലൻസിൽ ഒരു പരാതി നൽകുകയാണ്. എന്തുകൊണ്ടാണ് ഒരു പരാതി എന്നുള്ള രീതിയിലേക്കൊക്കെ പോകുന്നത്? 2015 അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ പൈപ്പ് ലൈൻ നഗരത്തിലുള്ള വെള്ളം കിട്ടാത്ത ഒരുപാട് ഭാഗത്ത് 50 വർഷം 100 വർഷമായി പൈപ്പ് ലൈൻ മാറ്റാത്തതിന്റെ ഭാഗമായിട്ടാണ് അമൃത് പദ്ധതിയുടെ 110 കോടി അനുവദിച്ചു തന്നത്. അത് മാറ്റാനുള്ള സംവിധാനം ചെയ്തു. അത് വാട്ടർ അതോറിറ്റിക്ക് നമ്മൾ കൈമാറുകയും ചെയ്തു. ആ പൈസ മുഴുവൻ മാറി. അന്ന് വർക്ക് തുടങ്ങി. പക്ഷേ പഴയ കാലത്തുള്ള പൈപ്പ് ലൈനിന്റെ ഒരു സ്കെച്ചുകളോ ഒന്നും വാട്ടർ അതോറിറ്റി ഇല്ലാത്ത കാരണം നിരവധി സ്ഥലങ്ങളിൽ പൈപ്പ് ലൈൻ കാണാത്ത ഭാഗത്തൊക്കെ കുഴിക്കേണ്ട ഒരു ആവശ്യം വന്നു. അതെല്ലാം കഴിഞ്ഞ് ഒരുമാതിരി പൈപ്പ് ലൈൻ ഇട്ട് വെള്ളം കിട്ടുന്ന രൂപത്തിലാവുമ്പോഴേക്കും വീണ്ടും രണ്ടാമത് അവിടുത്തെ ഡിസ്ട്രിബ്യൂഷനും അതുപോലെ അമൃത് പദ്ധതിയുടെ ആൾക്കാരും തമ്മിൽ വാട്ടർ അതോറിറ്റിയുടെ ആൾക്കാരും തമ്മിൽ യാതൊരു തരത്തിലും യോജിപ്പില്ലാണ്ട് നിരവധി പൈപ്പ് ലൈനുകൾ വീണ്ടും പൊട്ടിക്കൊണ്ടുവരികയാണ്. അപ്പോൾ നേരത്തെ കൊടുത്ത ഹൗസ് കണക്ഷൻ എല്ലാം വളരെ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളായത് കാരണം അത് വീണ്ടും പൊട്ടി. ഇപ്പോൾ നമ്മൾ റോഡ് ഇടുന്ന സമയത്ത് ഒരു ഹെവി വെഹിക്കിൾ പോയാൽ പോലും അത് പൊട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ക്വാളിറ്റി ഇല്ലാത്ത പൈപ്പാണ് അതെ. ഈ 5 വർഷം തന്നെ ആയിട്ടില്ല. കഴിഞ്ഞ കൗൺസിൽ യോഗത്തിലും ആവശ്യപ്പെട്ടതാണ്. ഈ പ്രാവശ്യം ഇത് വീണ്ടും ഇത് ആവർത്തിച്ച് വരുമ്പോൾ എന്തായാലും വിജിലൻസിൽ കൊടുക്കാൻ തന്നെ തീരുമാനം എടുത്തിരിക്കുകയാണ്. ഞങ്ങൾ വിജിലൻസിൽ എത്രയും പെട്ടെന്ന് കൊടുക്കാനുള്ള സംവിധാനം. 100 കോടിയുടെ അഴിമതിയാണെന്നുള്ളൊരു പ്രാഥമിക വിലയിരുത്തൽ. 110 കോടിയാണ് നമ്മൾ അനുവദിച്ച അമൃത് പദ്ധതിയുടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിന് കോൺട്രാക്ട് കൊടുക്കുന്നതൊക്കെ വാട്ടർ അതോറിറ്റിയാണല്ലോ. ക്വാളിറ്റി ഇല്ലാത്ത ഒരു പൈപ്പ് ഇട്ടിട്ട് വീണ്ടും ജനങ്ങളെ വെള്ളത്തിന് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലായതുകൊണ്ടാണ് നമ്മൾ അത് അഴിമതിയാണെന്ന് പറയുന്നത്. ക്വാളിറ്റി ഇല്ലാത്ത പൈപ്പുകളാണ് പലയിടത്തും സ്ഥാപിച്ചതെന്ന് നഗരസഭ ആരോപിക്കുന്നു. അതിൽ വിജിലൻസ് അന്വേഷണമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അതേസമയം തന്നെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരോട് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് പഴയ പൈപ്പുകളാണ് പൊട്ടുന്നതെന്നാണ്. അതിൽ മറ്റൊരു കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് വാട്ടർ അതോറിറ്റിയുടെ വിശദീകരണം. ഏതായാലും വിജിലൻസ് അന്വേഷണം നടന്നാൽ മാത്രമേ ഇതിൽ കൃത്യമായി അഴിമതി നടന്നിട്ടുണ്ടോ, എത്ര രൂപയുടെ അഴിമതി നടന്നു, കോൺട്രാക്ടർമാർ ആരൊക്കെ ഇതിൽ പങ്കുപറ്റിയിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങൾ ലഭ്യമാകും. മൽഗോഷി മോഹനൊപ്പം ഗൂഗിൾ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.